വേങ്ങരയാണ്. ആദ്യമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും HLS എന്ന ഹെൽത്ത് ലിവിംഗ് സെക്ഷൻ എന്ന പ്രോഗ്രാമിലോട്ട് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മോസ്റ്റ് വെൽക്കം ഓൾ. അതുപോലെ നമ്മുടെ ഏതൊരു പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിലും പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഒന്ന് അല്പനേരം പ്രാർത്ഥിക്കാം. ഓക്കെ, ഓൾ ഓഫ് യു പ്ലീസ്. താങ്ക് യു സോ മച്ച് ഓൾ. അതുപോലെ ഈ ഒരു പ്രോഗ്രാമിന്റെ നല്ല നടത്തിപ്പിനായിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവരും അവനവന്റെ ഡ്രസ് കോഡ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. വാഹനം ഓടിക്കുന്ന ആളുകൾ ആരെയും ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്പനേരം വാഹനം ഒന്ന് സൈഡിലോട്ട് പാർക്ക് ചെയ്തിട്ട് 20 മിനിറ്റ് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഐപ്പൽസ് എന്ന പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അറിയാനാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആരോഗ്യ മേഖലയിൽ ഏറ്റവും പരിചയസമ്പന്നനായ നമ്മുടെ ഇർഷാദ് സർ ഈ ഒരു വേദിയിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മോസ്റ്റ് വെൽക്കം ഇർഷാദ് സർ. Okay, thank you, Ashma madam, for a warm welcoming. Okay, thank you. എന്റെ സൗണ്ട് ഓഡിയബിൾ അല്ല ആശ്മ മാഡം? ഓക്കെയാണ് സർ, ഓക്കെ. ഓക്കെ, അപ്പോൾ ആശ്മ മാഡം പറഞ്ഞ മാതിരി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ ഒരു ഹെൽത്തി ലിവിങ് സെക്ഷനിലോട്ട് ഞാൻ ആർദ്രവുമായി ഞാൻ സ്വാഗതം ചെയ്യാണ്. സോ മോസ്റ്റ് വെൽക്കം ആൾ ഓഫ് യു. ഒരുപാട് വ്യക്തികൾ ഇവിടെ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്, ഒരുപാട് വ്യക്തികൾ വീഡിയോ ഓൺ ആക്കിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. വളരെ കുറഞ്ഞ ഒരു ടൈം ആയിരിക്കും ഈ ഒരു ഹെൽത്തി ലിവിങ് സെക്ഷൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ ഉണ്ടാവുക. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് അറിവുകൾ തരിക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഒരു സെക്ഷൻ നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. സോ ഞാൻ എൻ്റെ ഒരു സ്ലൈഡിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ഇവിടെ ഷെയർ ചെയ്യുക. സോ ഞാൻ എൻ്റെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ആശ്വമയുടെ സ്ലൈഡ് ഒന്ന് നോക്കിയല്ലോ, നോക്കണേ. സ്ലൈഡ് ഓക്കെ അല്ല മാഡം? ഓക്കെ, അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരെയും ഈ ഹെൽത്തി ഷോയിലൂടെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. സോ മോസ്റ്റ് വെൽക്കം ഓൾ ഓഫ് യു. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫസ്റ്റിലെ സ്ലൈഡിൽ തന്നെ ഇവിടെ പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങളുണ്ട്, ഹെൽത്ത് ആൻഡ് വെൽത്ത്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യ വ്യക്തിക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ആ ഒരു വ്യക്തിയുടെ ഹെൽത്തും വെൽത്തും എന്ന് പറയുന്നത്. ആണോ അല്ലേ? ഇന്ന് പല വ്യക്തികൾക്കും ചില വ്യക്തികൾക്ക് ഒരുപാട് വെൽത്ത് ഉണ്ടാവും, ഹെൽത്ത് ഇല്ലാതെ നമുക്ക് ഒരുപാട് സമ്പാദിച്ചിട്ട് എന്താ കാര്യമുള്ളത്? സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഹെൽത്തും വെൽത്തും ആണ് നമുക്കുള്ളത്. ഹെൽത്ത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെ ഹെൽത്ത് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ വെൽത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓരോരുത്തരെയും എടുത്തോട്ട് അത് എത്തിയിരിക്കും. സോ അത് അനുഭവിക്കാനുള്ള ഹെൽത്ത് നമുക്ക് വേണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇവിടെ ഈ ഒരു സ്ലൈഡ് പറയുന്ന ഒരു കാര്യം ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു സ്ലൈഡിൽ വ്യക്തമായിട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ചെറു പ്രായത്തിൽ നിന്നും മുതിർന്ന പ്രായത്തിലോട്ട് എത്തുമ്പോഴും ആ ഒരു വ്യക്തിയുടെ പ്രതിരോധ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ലോ ഇമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലോട്ട് ഓരോ വ്യക്തികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? ഇന്ന് പല വ്യക്തികളും ചെറു പ്രായത്തിൽ പോലും ഇന്ന് ഡയബറ്റിക് പിടിപെടുന്ന ഒരു അവസ്ഥയിലോട്ട് പല വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഒബേസിറ്റി, പൊണ്ണത്തടി, ഇങ്ങനെ പല തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്നത് കൊണ്ടിരിക്കുമ്പോഴാണ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ ആളുകളിലോട്ട് ഇത് കുറവായിരുന്നു, കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറവായിരുന്നു. പക്ഷെ ഇന്നത് ഓരോ വ്യക്തികളും ഇത് കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പല വ്യക്തികളൊന്നും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഒരു ആപ്പിള് നിങ്ങൾ പകുതി മുറിച്ചിട്ട് നിങ്ങൾ ഒരു 1/2 മണിക്കൂർ പുറത്തുനിന്ന് വെയിലത്ത് കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10-15 മണിക്കൂർ കഴിഞ്ഞില്ലെങ്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന മാതിരി അതിന്റെ പകുതി ഭാഗം കളർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നല്ല രീതിയിലുള്ള എയർ അല്ല നമ്മളിന്ന് ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കേണ്ടത്. അതാണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ ഭാഗത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ പറയുന്നൊരു കാര്യം. ഈ ഒരു സ്ലൈഡിൽ എന്താണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് ബാലൻസ് നൽകുന്ന ഒന്നാണ്.
നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തിന് ബാലൻസ് നൽകുന്ന ഒന്നാണ് ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ പിടിപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറക്കും. സോ എന്തുകൊണ്ടൊക്കെയാണ് ഇത് നമ്മുടെ ബോഡിയിൽ വരിക എന്നുള്ളതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ വരാൻ എന്തൊക്കെയാണ് ഇത് ബോഡിയിൽ വരാനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ പല രീതിയിലും ഇന്ന് നമ്മൾ ഗുഡ് ഡയറ്റ് ഇല്ല, അതുപോലെ തന്നെ മെഡിസിൻസ് ട്രീറ്റ്മെന്റ്, നല്ല രീതിയിലുള്ള മെഡിസിൻ ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എയർ ആയാലും വാട്ടർ ആയാലും പൊല്യൂഷൻ ആയാലും ഇതൊക്കെ പലതരത്തിലുള്ള കെമിക്കലുകളും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളതാണ്. സോ അതുപോലെ തന്നെ ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ബോഡിയിലോട്ട് വരിക. സോ ഇവിടെ നിങ്ങൾക്ക് പറയുന്നുണ്ട് ഫ്രീ റാഡിക്കൽസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഒരു ഫ്രീ റാഡിക്കൽസിന് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഭയാനകരമാണ് എന്ന് കാണിക്കുന്ന ഒന്നാണ്. ഫ്രീ റാഡിക്കൽസ് തന്നെ നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഭയാനകരമാണ് എന്ന് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഫോട്ടോ തന്നെ ഇവിടെ കാണിക്കുന്നത്. സോ ഈ ഫ്രീ റാഡിക്കൽസ് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അടി മുതൽ തല മുതൽ അടി വരെ, അതായത് ഒരു മനുഷ്യന്റെ കാല് മുതൽ മുകൾ വരെ മൊത്തത്തിൽ ബാധിക്കും. നമ്മളെ ബ്രെയിനെ അത് ബാധിക്കും, ഐസിനെ അത് ബാധിക്കും, അതുപോലെ തന്നെ ഓൾ ഓവർ നമ്മളെ ബോഡി പാർട്ടിനെ ഇത് ബാധിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് നമുക്ക് ഒരു ഫ്രീ റാഡിക്കൽസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഇത് ബാധിക്കും. സോ അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ശരീരത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലും ജീവിതശൈലികളെ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റുകൾ. സോ ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പുതിയൊരു മൊബൈൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ കടയിൽ പോയിട്ട് ഒരു ഐഫോണോ ഏതെങ്കിലും ഒരു പുതിയ മൊബൈൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു മൊബൈൽ കേസും അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീൻ കാർഡൊക്കെ വാങ്ങും. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലത്ത് വീണ് കഴിഞ്ഞാൽ അതിന്റെ കേടുപാടുകളും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആണോ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിന് കേസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകൾ, ഫ്രീ റാഡിക്കൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആവരണമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ. സോ ഈ അതുപോലെ തന്നെ ഇവിടെ പറയുന്ന കാര്യമുണ്ട്, ഒറാക് സ്കോർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആന്റി ഓക്സിഡൻസുകൾ കുറയുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ദിവസം കിട്ടേണ്ട ഒറാക് സ്കോർ എന്ന് പറയുന്നത് 3000 to 5000 ഒറാക് സ്കോർ വരെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ദിവസം കിട്ടേണ്ട ഒറാക് സ്കോർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട വിറ്റാമിൻസുകളാണ് വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു ദിവസം നമ്മൾ ഓരോരുത്തരത് കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. എങ്ങനെ നമുക്ക് ഇന്നത്തെ വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങി നമ്മൾ മാർക്കറ്റിൽ നിന്ന് പോയിട്ട് വാങ്ങുന്ന പച്ചക്കറികളായാലും ഫ്രൂട്ട്സുകളായാലും ഇതൊക്കെ ഇന്ന് പലതരത്തിലുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്, ആണോ അല്ലേ? ഫ്രഷ് ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. സോ ഇവിടെയാണ് നിങ്ങൾക്ക് ഐപ്പിൾസ് എന്ന് പറയുന്ന ഒരു അമേസിങ് 15ഓളം ഓർഗാനിക് ഫുഡ്സുകളുടെ ലിക്വിഡും ബ്ലെൻഡ് അടങ്ങിയിട്ടുള്ള 15ഓളം ലിക്വിഡും ഫുഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു ബ്ലെൻഡ് അടങ്ങിയിട്ടുള്ള ഒരു ഐപ്പിൾസ് സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് മുമ്പിലൂടെ അവതരിപ്പിച്ചു തരാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് ഈ ഐപ്പിൾസിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടാവും, ഇത് അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. സോ ഇതിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് അസൈബറി, അതുപോലെ തന്നെ പൈനാപ്പിൾ, ബ്ലാക്ക്ബെറി, അതുപോലെ തന്നെ ബനാന, ആപ്പിൾ, കിവി, ഓറഞ്ച്, ഇത്തരത്തിലുള്ള 15ഓളം ഓർഗാനിക് ഫ്രൂട്ട്സുകളുടെ ലിക്വിഡും ഔഷധങ്ങളും ബ്ലെൻഡും അടങ്ങിയിട്ടാണ് ഈ ഒരു ഐപ്പിൾസ് എന്ന് പറയുന്ന സപ്ലിമെന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. സോ ഇതിൽ മെയിൻ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് അസൈബറി എന്ന് പറയുന്ന ഫ്രൂട്ട്സ് ആണ്. ഈ ഒരു അസൈബറി എന്ന് പറയുന്ന ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയപ്പെടുന്നുണ്ടാവും. സോ ഇത് മെയിൻ ആയിട്ട് ഇത് കാണപ്പെടുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ്, സൗത്ത് അമേരിക്കയിലെ ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ് മെയിൻ ആയിട്ട് ഇത് കാണപ്പെടുന്നത്. സോ ഇത് ഇൻസ്പയർ ആയിക്കൊണ്ട് സ്പേസ് റിംഗ് ആക്ഷൻ ഡെവലപ്ഡ് ബൈ നാസ പ്രിവിങ് റേഡിയേഷൻ, അതായത് ഇത് ഇൻസ്പയർ ആയിക്കൊണ്ട് നാസ വരെ ഇത് ഉപയോഗിച്ചിട്ടുള്ള സപ്ലിമെന്റ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. സോ ഇത് ഒരു മനുഷ്യൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു അസൈബറി എന്ന് പറയുന്ന ഫ്രൂട്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി അഗൈൻ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കൂടിയാണ്. സോ ഇത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ടാണ് നമ്മൾ ഒരു ഐപ്പിൾസ് എന്ന് പറയുന്ന സപ്ലിമെന്റ്സ് നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് വാല്യൂ ഒരു ഐപ്പിൾസ് എന്ന് പറയുന്ന സപ്ലിമെന്റ്സ് നിങ്ങൾ ഒരു ദിവസം ഒരു 60 ml നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 3.5 കിലോ ഒരു മനുഷ്യൻ. സോ ഇവിടെ സ്ക്രീനിൽ ആരോ കളിക്കുന്നുണ്ട്, നിങ്ങൾ ഫോൺ കൈ തട്ടുന്നതായിരിക്കും, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. സ്ക്രീനിൽ വരം കുറയ്ക്ക് വരുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്യുന്നവരാരാണെന്നെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ബാക്ക് ടു പോയിന്റ്. നമ്മളിവിടെ ഒരാൾക്ക് വാല്യൂവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ ഫ്രഷ് ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള ഒരു 3.5 കിലോ ഫ്രൂട്ട്സ് ഒരു ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും 5000 ഒറാക്സ് വാല്യൂ ആണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലോട്ട് ഒരു ദിവസം എത്തുക. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഫ്രഷ് ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള 3.5 കിലോ ഫ്രൂട്ട്സ് ഒരു ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് കഴിക്കൽ പോസിബിൾ അല്ല. നമ്മളൊരു 3.5 കിലോ ഫ്രഷ് ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടുമോ എന്ന് തന്നെ ഡൗട്ടാണ്. പിന്നെ അത് കഴിക്കുകയാണെങ്കിൽ പോലും ഒരു ദിവസം എല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്കത് പോസിബിൾ ആവുന്നുള്ള കാര്യമല്ല. പക്ഷെ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 5000 ORAX വാല്യൂ ആണ് ഒരു ദിവസം കിട്ടുക. സോ ഇവിടെയാണ് നിങ്ങൾക്കൊരു 60 ml IPLS നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ കഴിക്കാൻ തയ്യാറാണെന്നെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലോട്ട് 7000 ORAX വാല്യൂ വരെ നിങ്ങളുടെ ശരീരത്തിലോട്ട് കയറുന്നത്. സോ അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഒരു 60 ml IPLS കഴിക്കുമ്പോൾ കിട്ടുന്നതെന്നാണ്. സോ അപ്പൊ നിങ്ങൾക്ക് പല വ്യക്തികൾക്ക് ഇത് ഡൗട്ട് ഉണ്ടാവും ഇതിന്റെ ക്ലിനിക്കൽ ട്രെൻഡ്സുകളെ കുറിച്ചിട്ട്. സോ സേഫ്റ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ഇന്റഗ്രേഷൻ പ്രൊഡക്ഷൻ ഹോമോ സബ്ജക്റ്റ് എന്നിവയുള്ള എല്ലാ തരത്തിലുള്ള ക്ലിനിക്കൽ ട്രെൻഡ്സ് കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് 11ഓളം ഹോസ്പിറ്റലുകൾ, അതായത് ഡോക്ടർ അംബേദ്കർ മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ മുതൽ ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതിന്റെ ക്ലിനിക്കൽ ട്രെയിൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സപ്ലിമെന്റ്സ് നമുക്ക് മുമ്പിലായിട്ട് ഇന്ന് അവർ അവൈലബിൾ ആയിട്ട് വരുന്നത്. സോ അതുപോലെ തന്നെ അടുത്തതായിട്ട് ദ സയൻസ് ബിഹൈൻഡ് ഇതിന്റെ ബാക്കിൽ, അതായത് ഇന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ മാർക്കറ്റിൽ ഏതൊരു സപ്ലിമെന്റ്സുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജപ്പാൻ്റെതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാറുണ്ട്. ഒലിറ്റിലേഷൻ ജപ്പാൻ ബേസ്ഡ് ആണ് ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതുപോലെ തന്നെ ഇതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് പല വ്യക്തികൾക്ക് ഡൗട്ട് ഉണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർണിംഗ് എവറി ദിവസം മോർണിംഗ് 30 ml ഈച്ച് വൺ എംറ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ ബിഫോർ ഫുഡിന് മുമ്പ്, അതായത് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30 ml വെറും വയറ്റിലും, അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു 30 ml മുമ്പ് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് 30 ml നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കഴിച്ചു കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ യു ആർ വാണ്ട് ടു ഈറ്റ് മേക്ക് എ ഹെൽത്തി ചോയ്സ്. നിങ്ങൾ കഴിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കൂടെ തന്നെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള പല ഫുഡുകൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. സോ ഇത്രത്തോളം ബെനിഫിറ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു സപ്ലിമെന്റ്സ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനിവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. സോ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല വ്യക്തികളും ഇവിടെ എൻ്റെ ഈ ഒരു ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പല ബുദ്ധിമുട്ടുകൾക്കും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും വലിയൊരു സൊല്യൂഷൻ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ്സ് ആണ് ഈ ഒരു IPLS എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ്സ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എല്ലാ വ്യക്തികളും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഹെൽത്തി വളരെ രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടിക്കൊണ്ട് നല്ലൊരു പ്രതിരോധ ശേഷി കൂട്ടിക്കൊണ്ട് ഹെൽത്തി ആയിക്കൊണ്ട് നിങ്ങൾ ലൈഫിലോ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റട്ടെ എന്ന് വിഷയമായിരുന്നു. സോ ഈ ഒരു കുറഞ്ഞ ടൈം കൊണ്ടുള്ള എൻ്റെ ഈ ഒരു സെമിനാർ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഹാൻഡ് ഓവർ ടു ബ്യൂട്ടിഫുൾ MC മിസ്സിസ് ഹാഷിഫ. താങ്ക് യു സോ മച്ച് ഇർഷാദ് സർ. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇർഷാദ് സർ നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരും നമ്മുടെ ഇർഷാദ് സാറിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ക്ലാപ്പും ഹാർട്ട് സിമ്പിളൊക്കെ കൊടുക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്തതായി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.